ഇന്നലെ വൈകുന്നേരം പെട്ടെന്നൊരു തീരുമാനമെടുത്തു നമ്മൾ ആലപ്പുഴ അമ്പലത്തിൽ പോകാമെന്ന്. ഞങ്ങളങ്ങനെ പോയപ്പം ഹർത്താലായ കാരണം എല്ലായിടം വിജനമാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊക്കെ വണ്ടിയൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് ഈ കയറി പോകുന്നത്. ഒരു ഗ്രാമപശ്ചാത്തലം ആയതുകൊണ്ട് നല്ല രസം, രണ്ട് സൈഡും കാണാം. റബ്ബർ തോട്ടവും നല്ല കുറേ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നേരെ പാർക്കിങ്ങിലോട്ട് പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ആനയെ കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ ആന അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ആനയെ മിസ് ചെയ്തു ഞങ്ങൾ. ആന എവിടെയോ പോയിരിക്കുക. അങ്ങനെ ഇതെല്ലാം ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പിന്നെ ഓഫീസും കോംപ്ലക്സും ഒക്കെയാണ്. ഇനി അവിടോട്ട് ചെന്ന് പാർക്കിങ് ചെന്ന് അവിടെ കുറേ ആൽമരങ്ങൾ നിൽപ്പുണ്ട്. ആൽമരങ്ങൾ നല്ല രസം, വലിയ വലിയ ആൽമരങ്ങൾ. ഇഷ്ടംപോലെ കടകളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നിറച്ച് പട്ടും മണിയും വിളക്കും വാളും നല്ല രസമാണ് കാണാനേ. ഇത് കണ്ടോ, പൂക്കടകളൊക്കെ കണ്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു താമരമാലയും പിന്നെ റോസാപ്പൂ മാലയും തെച്ചിപ്പൂ മാലയും മാത്രമേ എടുക്കത്തുള്ളൂ. അതിൻ്റെ മാത്രം കടകളാണ് കണ്ടത്. വേറെ പൂക്കളൊന്നും ഇവിടെ കണ്ടില്ല. അകത്ത് വേറെ പൂക്കൾ കണ്ടതുമില്ല. എന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് അവിടുത്തെ ഒരു കടയിൽ വന്നിട്ട് വിളക്കും എല്ലാം വാങ്ങിച്ചു. വിളക്കും എണ്ണയും കർപ്പൂരവും തിരിയും എല്ലാം വാങ്ങിച്ചിട്ട് ഇനി നേരെ അകത്തേക്ക് പോവുക. അവൻ അർച്ചനയൊക്കെ എഴുതി ഇവിടുന്ന് പുറത്തുനിന്ന് എഴുതിക്കൊണ്ട് അകത്തോട്ട് കയറിച്ചതാണ്. അവിടെ അപ്പം മഴ പെയ്തിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, മഴ പെയ്തിങ്ങനെ തോന്നുന്നതേ ഉള്ളായിരുന്നു ഞങ്ങൾ ചെന്നിറങ്ങിയ. പിന്നെ ഈ അവധി ദിവസം ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. പുറത്തുകൊണ്ട് വൃത്തിയായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അകത്ത് നല്ല ഭംഗിയായിട്ട് ദീപാവലിയൊക്കെ തൊഴുതുണ്ട്. ഭംഗിയായിട്ട് തിരക്കൊന്നും ഇല്ലാതെ അർച്ചന നടത്താനൊക്കെ സാധിച്ചു. ഈ കട കണ്ടോ, കടയിൽ നിറച്ച് നല്ല ഭംഗിയാണ്. നോക്കിക്ക്, വിളക്ക് പട്ടൊക്കെ നല്ല കളർഫുള്ളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളങ്ങനെ സ്റ്റെപ്പിൽ വഴിയാണ് മേപ്പോട്ട് കയറിയത്. ഇത് ഇവിടുത്തെ പടിപ്പുര, ദേശത്തിൻ്റെ പടിപ്പുരയാണ്. അതുവഴി കയറി പോകുമ്പോൾ നിറയെ കടകളാണ്, നിറച്ചും കടകളാണ്. ഞങ്ങളങ്ങനെ ഇതൊക്കെ അവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി അതൊക്കെ മേപ്പോട്ട് അതുവഴി കയറി. അവിടെയും കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ അപ്പുറത്തുനിന്ന് എല്ലാം വാങ്ങിച്ചായിരുന്നു, വിളക്കെല്ലാം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈ സൈഡിലെ കടകളിലും നിറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഒട്ടും തിരക്കില്ല. അതുകൊണ്ട് വൃത്തിയായിട്ട് എല്ലാത്തിനുള്ള സമയത്തിന് വഞ്ചിപ്പെട്ടിയാണ് ഇവിടുത്തെ അമ്പലത്തിൽ. ഇതുവഴി ഇതൊക്കെ ഞങ്ങൾ കയറി. നോക്കിക്കുക, നല്ല ഭംഗിയില്ലേ. ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗി. എന്തൊരു രസമുണ്ട്. അമ്പലത്തിനകത്തും എല്ലാം ഭിത്തിയൊക്കെ മിറൽ പെയിൻറ്റിങ്. നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല, ക്ഷേത്രത്തിന് ശ്രീകോവിലിനകം ആയതുകൊണ്ട്. എന്നിട്ട് പിന്നെ നേരെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ദീപാരാധന സമയം ആയതുകൊണ്ട് ഫുള്ള് മൊത്തത്തിൽ ചുറ്റുള്ളത് തെളിച്ചിട്ടുണ്ട്. നോക്കിക്കേ, നല്ല രസമൊക്കെ കാണാൻ. ഫുള്ള് നിറച്ചും എല്ലാം ഫുൾ ദീപാലങ്കൃതമായ ക്ഷേത്രം. നല്ല രസമുള്ള കാഴ്ചയല്ലേ. വൈകുന്നേരം സന്ധ്യയ്ക്കൊക്കെ ദീപാരാധന സമയം എല്ലാം കൊണ്ടും നല്ല സമയത്താണ് ചെന്നെത്തിയത് അവിടെ. നോക്കൂ, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. നോക്കിക്കേ, ഞാൻ പറഞ്ഞത് എന്ത് സത്യമാണെന്ന് നോക്ക്. എന്ത് ഭംഗിയാണ് നോക്ക്. ആൽമരവും അമ്പലവും ഒക്കെ ഫുൾ ലൈറ്റ് വിളക്കൊക്കെ തെളിച്ച് സന്ധ്യ സമയം, ദീപാരാധന സമയം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.